ശീമോൻ ശ്ലീഹ പുതിയ നിയമത്തിന്റെ താളുകളിൽ പേരുകൊണ്ട് മാത്രം പരാമർശിക്കുന്ന ഒരു ശ്ലീഹായാണ് ശീമോൻ. പുതിയ നിയമത്തിൽ കുറേയേറെ ശീമോനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാമൻ പത്രോസ് എന്ന ശീമോൻ തന്നെയാണ്. കർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്ന ശീമോൻ, കുറേനക്കാരനായ ശീമോൻ, കുഷ്ഠരോഗിയായ ശീമോൻ, പരീശനായ ശീമോൻ, ഇസ്കറിയോത്തായുടെ പിതാവ് ശീമോൻ, ജോപ്പയിലെ ഒരു തോൽപ്പണിക്കാരൻ ശീമോൻ, ആഭിചാരകനായ ശീമോൻ. എന്നാൽ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ കനാന്യനായ ശീമോനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശീമോനെ പറ്റി വളരെ കുറച്ച് പ്രതിപാദങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും കനാന്യനായ ശീമോൻ എന്ന് പറയുമ്പോൾ എരിവുകാരനായ ശീമോൻ എന്നാണ് ലൂക്കോസ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷം യെരുശലേമിലെ മാളികമുറിയിൽ വീണ്ടും ഇവരെ കൂടുമ്പോൾ എരിവുകാരനായ ശീമോൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയും വിശേഷിപ്പിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. 1, അവൻ കനാന്യക്കാരനായിരുന്നു. 2, അവൻ എരിവുകാരൻ അഥവാ സീലോട്ടായിരുന്നു. എരിവുകാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ റോമൻ ഭരണത്തിൽ നിന്ന് വിമോചിപ്പിക്കണമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു തരം തീവ്രവാദ സ്വഭാവമുള്ള കൂട്ടമാണ്. അവർ 2 കാര്യങ്ങളാണ് വിശ്വസിച്ചിരുന്നത്. 1, ആയുധം കൊണ്ട് ഉള്ള വിമോചനമാണ്. 2, മശിഹ വന്ന് തങ്ങളെ സ്വാതന്ത്ര്യം നൽകും എന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നോക്കി പാർക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ ആളുകൾ ആകൃഷ്ടനായി കാണുന്നത്. ശീമോനും വിചാരിക്കുന്നു, ഇവൻ ഞങ്ങളെ റോമൻ ഭരണത്തിൽ നിന്ന് വിമോചിപ്പിക്കുമെന്ന് വിചാരിച്ച് അവൻ യേശുവിന്റെ പിന്നാലെ കൂടുകയാണ്. എന്നാൽ പതിയെ അവന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, ആയുധം കൊണ്ട് ഒരിക്കലും വിജയിക്കുവാൻ സാധിക്കത്തില്ല എന്ന്. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ശൗലിന്റെയും ഫറവോന്റെയും അലക്സാണ്ടറുടെയും ഒക്കെ തേരോട്ടങ്ങൾ കണ്ട മണ്ണാണ്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാവുകയാണ്. അവിടെ ക്രിസ്തു അവനെ പഠിപ്പിക്കുകയാണ്, ആയുധങ്ങൾക്കും അപ്പുറമുള്ള സ്നേഹത്തിന്റെ ഒരു വലിയ സാമ്രാജ്യമുണ്ട്. പണ്ട് തീർത്ഥാടനത്തിൽ പോകുമ്പോൾ ശിഷ്യൻ ഗുരുവിന്റെ അടുക്കൽ വന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഗുരു ഒരു പാവയ്ക്ക എടുത്തു കൊടുത്തിട്ട് പറയുന്നു, നീ തിരികെ വരുമ്പോ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടുവരണമെന്ന്. ശിഷ്യൻ ഒത്തിരി സന്തോഷമായി. ഗുരുവിന്റെ വാക്ക് കേട്ട് പാവയ്ക്കായും തന്റെ പാണ്ഡത്തിൽ കരുതുന്നു. അവൻ തിരികെ പോകുന്നു. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഗുരുവിനെ കാണുവാൻ വരുമ്പോ അവൻ പാവയ്ക്ക തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. കുറെ സംസാരിക്കുമ്പോൾ ഗുരുവിനോട് അവൻ കുറെ കുറ്റങ്ങളും കൂടെ വന്നവരുടെ കുറവുകളും തെറ്റുകളും ഒക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഗുരു ശിഷ്യന് പാവയ്ക്ക തിരിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇത് നീ ഒന്ന് കഴിച്ചു നോക്കുക. ശിഷ്യൻ കഴിച്ചിട്ട് പറയുന്നു, ഇതിന് കയ്പാണെന്ന്. ഗുരു ശിഷ്യനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. പലപ്പോഴും ക്രിസ്തു അനുഭവം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലെ കയ്പിന് മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിൽ കോലിരിക്കെ എങ്ങനെയാണ് സഹോദരന്റെ കണ്ണിലെ കരടുക എന്ന്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. ഇവിടെ ശീമോന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഒരുപക്ഷെ തീവ്രവാദ സ്വഭാവമുള്ള എരിവുകാരനൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാവുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പൊ ശീമോന്റെ ജീവിതത്തിൽ ഒരു ദൈവികമായ ചൈതന്യം നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന് വേണ്ടി ഒത്തിരി പീഡനങ്ങൾ സഹിച്ച ഒരു ശ്ലീഹായാണ്. സമകാലിക സമൂഹത്തിൽ നന്മയ്ക്കു വേണ്ടിയും തിന്മയ്ക്കെതിരായും പോരാടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശീമോന്റെ ഇത് രക്തസാക്ഷിത്വ മരണമായിട്ടാണ് പറയപ്പെടുന്നത്. ഈജിപ്ത്, ആഫ്രിക്ക, സിറിയ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ച ശ്ലീഹ പേർഷ്യയിൽ വെച്ച് ആണ് മരണപ്പെടുന്നതെന്നാണ് പാരമ്പര്യം. പൊതുവെ വാളാൽ അറക്കപ്പെട്ടു എന്നുള്ള ഒരു പാരമ്പര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെയ് മാസം 10-ാം തീയതിയാണ് പൗരസ്ത്യ സഭകൾ ശീമോന്റെ ഓർമ്മയായിട്ട് കൊണ്ടാടുന്നത്. എന്നാൽ റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകൾ യൂദായുടെ പെരുന്നാളിനോട് ചേർന്ന് ഒക്ടോബർ 28-ന് പെരുന്നാൾ കൊണ്ടാടുന്നു. വേദപുസ്തകത്തിന്റെ കടലാസുകളിൽ ശിഷ്യർക്കിടയിൽ ഒരു ചെറിയ പരാമർശം കൊണ്ട് മാത്രം ചരിത്രത്തിൽ ജീവിക്കുന്ന ശീമോൻ ജീവപുസ്തകത്തിലേക്ക് അനേകരെ നേടി എന്നതിന് തർക്കമൊന്നുമില്ല. ക്രിസ്തുമതം പഠിപ്പിക്കുന്നത് തീവ്രവാദമോ വഴക്കോ വെറുപ്പോ അല്ല, മറിച്ച് സ്നേഹവും കരുണയും ദൈവമാണെന്ന് ശീമോന്റെ ജീവിതത്തിൽ കൂടി നമുക്ക്